ഹലോ മക്കളെ, വെൽക്കം ടു ഫീനിക്സ് ലേണിംഗ്. നമ്മൾ ഇന്ന് SSLC കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസം, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. ഓക്കെ, അപ്പം നമ്മൾ ഇതിന് മുന്നേ 7ാമത്തെ ചാപ്റ്ററിലെ വീഡിയോസ് 6 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് നന്നായിട്ട് പഠിക്കും വേണം, ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോസ് ഒട്ടുമിക്ക ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് പഠിച്ചു പോവാം അല്ലേ. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് നമുക്ക് ഇതിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കാർബണിൻ്റെ സ്ഥാനം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എവിടെയാണ് കാർബണിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്? കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 6 അത് കാർബണിന്റെ സ്ഥാനം. പീരിയോഡിക് ടേബിളിൽ കാർബണിന്റെ സ്ഥാനം എന്ന് പറയുന്നത് കാർബൺ പീരിയോഡിക് ടേബിളിലെ 14ാം ഗ്രൂപ്പിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാർബണിനെ കുറിച്ച് കുറച്ച് ബേസിക് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്താലോ. അപ്പൊ കാർബണിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 അല്ലെ. 6 ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്ത് വരും? 2, 4 എന്ന് വരും അല്ലെ. ഇനി 4 ഇലക്ട്രോണുകളാണ് അതിന്റെ ബാഹ്യതമ ഷെല്ലിലുള്ളത്. അപ്പോൾ ഇതിനെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അഷ്ടകം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് 4 എണ്ണത്തിനെ കൊടുക്കുകയോ 4 എണ്ണത്തിനെ വാങ്ങുകയോ അല്ല ചെയ്യുന്നത്. കാർബണിന്റെ കേസിൽ എന്താ ചെയ്യുന്നത്? അതൊരു സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുക ചെയ്യുന്നത്. ഒരു അയോണിക ബന്ധനം അല്ല കാർബൺ എപ്പോഴും ഫോം ചെയ്യുക. നേരെ മറിച്ച് കോവാലന്റ് ബോൺസ് ആണ് ഫോം ചെയ്യുക. മറ്റ് കാർബണുകളായോ അല്ലെങ്കിൽ മറ്റ് ആറ്റങ്ങളായോ മറ്റ് എലമെന്റ്സ് ആയോ ഒക്കെ എന്ത് ബോണ്ടാണ് ഫോം ചെയ്യുക? കാർബൺ കോവാലന്റ് ബോണ്ടാണ്. അതായത് ഇലക്ട്രോൺ ഷെയറിംഗ് ആണ് നടക്കുക. കാരണം എന്താണ്? നമുക്കറിയാം 4 ഇലക്ട്രോണുകളെ കളയാനും 4 ഇലക്ട്രോണുകളെ വാങ്ങാനും കാർബണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അത് അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷന്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ. അപ്പൊ കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് എന്താണ്? 4 കാരണം 4 ഇലക്ട്രോൺസിനെ അത് ഷെയർ ചെയ്യുക ചെയ്യുന്നത്. ഈ കാർബണിന്റെ ഗ്രൂപ്പ് നമ്പർ 14 പീരിയഡ് നമ്പർ 2 ആണ് കേട്ടോ. അപ്പൊ കാർബണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാർബണിന് മറ്റ് മൂലകങ്ങളുമായിട്ട് കുറേ വിവിധ തരം ബന്ധനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും. അതായത് അതിന് കാറ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് കാറ്റിനേഷൻ? കാർബണ് മറ്റ് കാർബൺ ആറ്റങ്ങളുമായിട്ട് നീളമുള്ള ചെയിനുകൾ ഫോം ചെയ്യാൻ പറ്റും. ലോങ് ചെയിൻസ് ഫോം ചെയ്യാൻ പറ്റും മറ്റ് കാർബൺ ആറ്റങ്ങളുമായിട്ടും. അത് കൂടാണ്ട് മറ്റ് എലമെന്റ്സ് ആയിട്ടും ഇതുപോലെ ലോങ് ചെയിൻസ് ഫോം ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതിനെയാണ് കാറ്റിനേഷൻ എന്ന് പറയുക. അപ്പം കാർബണിന് നല്ല ഉയർന്ന കാറ്റിനേഷൻ കഴിവുണ്ട്. പിന്നെ അതുകൂടാണ്ട് മറ്റ് മൂലകങ്ങളുമായിട്ട് വിവിധ തരം ബന്ധനങ്ങളിൽ ഏർപ്പെടാൻ, അതായത് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, അങ്ങനെ വിവിധ തരം ബന്ധനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവും ഉണ്ട്. അതാണ് കാർബണിനെ എപ്പോഴും വ്യത്യസ്തമാക്കുന്നത്, മറ്റ് സംയുക്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാർബണിന് അതുകൊണ്ട് തന്നെ നമ്മുടെ കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണുള്ളത്. അതുകൊണ്ട് തന്നെ കാർബണിന്റെ സംയുക്തങ്ങളെ കുറിച്ച് പഠിക്കുന്ന രസതന്ത്ര ശാഖയാണ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് നമുക്ക് 10th പഠിക്കാനുള്ളത്. അത് 2 ചാപ്റ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. കാർബണിന്റെ വാലൻസി 4 ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. കാർബണിന്റെ വാലൻസി. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? കാർബണ് 4 ബോൺസ്, ഒരു കാർബൺ ആറ്റത്തിന് 4 ബോൺസ് ഫോം ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കിക്കേ. ഇമാജിൻ ദാറ്റ് ഹൈഡ്രജൻ ആറ്റംസ് ആർ ആഡഡ് ടു ദീസ് സ്ട്രക്ചേഴ്സ്. അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചേഴ്സ് തന്നെയാണ് ഇത്. ഇതിലൊക്കെ ഓരോ ബോണ്ടിലും ഹൈഡ്രജൻ ആറ്റംസ് വന്ന് ചേരുകയാണ് നമ്മൾ കരുതുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നോക്കിക്കേ. ഒരു കാർബണിന് 4 ഭാഗത്തേക്കും ഓരോ ബോണ്ട്, അതായത് 4 സിംഗിൾ ബോണ്ടുകൾ ഉണ്ട് അല്ലെ. അതിലൊക്കെ ഹൈഡ്രജൻ ആറ്റം വന്ന് ചേർന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചിത്രത്തിലോ 2 കാർബൺ ആറ്റങ്ങൾ ഉണ്ട്. അതിന്റെ 2ന്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ടാണുള്ളത്, ഒരു ദ്വിബന്ധനമാണുള്ളത്.
അപ്പോൾ കാർബണിന്റെ വാലൻസി 4 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് കാർബൺ ഒന്ന് കൺസിഡർ ചെയ്യാം. ഈ ഫസ്റ്റത്തെ കാർബൺ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ബോണ്ട് ഓൾറെഡി ഫില്ലായി കഴിഞ്ഞു. മറ്റ് കാർബണായിട്ട് 2 ബോണ്ട് ഫില്ലായി കഴിഞ്ഞു. അതായത് 2 വാലൻസി ഫില്ലായി. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 2 ആണുള്ളത്. അത് രണ്ടും എങ്ങനെ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്യും. ഇനി രണ്ടാമത്തെ കാർബൺ നമുക്ക് നോക്കാം. ഇവിടെ ഓൾറെഡി 2 വാലൻസി ഇവിടെ ഫില്ലായി, ഡബിൾ ബോണ്ടിന്റെ വാലൻസി. അപ്പം ബാക്കി എത്ര എണ്ണം ബാക്കിയുണ്ട്? 2 എണ്ണം അല്ലേ? ആ 2 എണ്ണം ഇവിടെ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഇനി തേർഡ് വൺ നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാർബൺ ഇവിടെ മറ്റേ കാർബണുമായിട്ട് ഒരു ത്രിബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ അതായത് 3 വാലൻസി ഓൾറെഡി ഫില്ലായി. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 1 വാലൻസി ഉള്ളത് അല്ലെ? അത് ഇവിടെ ഒരു വര വരച്ചിട്ട് ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്തു. രണ്ടാമത്തെ കാർബണിലോ ഇവിടെ ഓൾറെഡി ട്രിപ്പിൾ ബോണ്ട് 3 വാലൻസി ഫില്ലായി, ബാക്കി 1 വാലൻസി ഉണ്ട്, അത് ഹൈഡ്രജനുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്തു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 97 ഒരു ടേബിൾ ആണ്. അതിൽ സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ട് മോളിക്കുലർ ഫോർമുലയും ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് സ്വന്തമായിട്ടൊന്ന് എഴുതാൻ നോക്കിയാലോ? ഫസ്റ്റ് വൺ നോക്കിക്കേ. 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്. ബാക്കി 3 വാലൻസികളും ഹൈഡ്രജൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തന്മാത്രാ സൂത്രം നമ്മൾ എങ്ങനെ എഴുതും? തന്മാത്രാ സൂത്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു തന്നിരിക്കുന്ന സംയുക്തത്തിലെ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യുക. എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട് ടോട്ടല്? 2 എണ്ണം ഉള്ളത് അല്ലേ? അപ്പം C2. ഇനി എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ട് മൊത്തത്തിൽ ഈ ഒരു തന്മാത്രയില്? 1 2 3 4 5 6 ഹൈഡ്രജൻ ഉണ്ട്. അത് മൊത്തം കൗണ്ട് ചെയ്തിട്ട് നമ്മൾ 6 എന്ന് എഴുതി. ഇതാണ് തന്മാത്രാ സൂത്രം, മോളിക്കുലർ ഫോർമുല. സിമ്പിൾ ആണല്ലോ. ഇനി അപ്പൊ രണ്ടാമത്തെ എങ്ങനെ എഴുതും? 2 കാർബൺ ആറ്റം. ഇതിൽ നമ്മൾ തന്മാത്രാ സൂത്രം എഴുതുമ്പോൾ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ എന്നൊന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് കൗണ്ട് ചെയ്യുക, എഴുതുക. അപ്പൊ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഇവിടെ C2. ഹൈഡ്രജൻ ആറ്റംസോ 4 എണ്ണം, 4 എണ്ണം ഉണ്ട് അല്ലെ? അപ്പൊ C2H4. ഇനി കാർബൺ ആറ്റം ഇവിടെ 2 എണ്ണം, അതുകൊണ്ട് തന്നെ C2. ഹൈഡ്രജൻ ആറ്റംസോ 2 എണ്ണം, അപ്പൊ C2H2. അപ്പൊ മനസ്സിലായല്ലോ തന്മാത്രാ സൂത്രം എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളത്. അപ്പം ഈ തന്നിരിക്കുന്ന സ്ട്രക്ചേഴ്സിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഒന്നാമത്തെ സംയുക്തത്തിൽ 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനാണ്. രണ്ടാമത്തെ സ്ട്രക്ചറിൽ 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ടാണ്, ദ്വിബന്ധനം. മൂന്നാമത്തേതിൽ ത്രിബന്ധനം അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടാണ് ഉള്ളത് അല്ലെ? ഇനി ഇതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുക. അതായത് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ എന്ത് ബോണ്ടാണോ, അതൊക്കെ ഏത് തരം ബോണ്ടാണ്, അതൊക്കെ നമ്മൾ നല്ല കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കെമിക്കൽ ഫോർമുലയാണ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതേ സംയുക്തത്തെ ഒന്ന് ചുരുക്കി എഴുതാം. മറ്റൊരു ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷൻ ആണ് മോളിക്കുലർ ഫോർമുല. ജസ്റ്റ് നമ്മൾ കൗണ്ട് ചെയ്ത് എഴുതുക അല്ലെ? ഇനി വേറൊരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ സംയുക്തം ഏതായിരുന്നു? 2 കാർബൺ ആറ്റങ്ങൾ ഉണ്ട്, ഓരോ കാർബണിലും 3 ഹൈഡ്രജൻ വീതം അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അത്? CH3, ഒരു സിംഗിൾ ബോണ്ട് എഴുതുക, CH3. ഇത് നോക്കിയാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാവും? 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു സിംഗിൾ ബോണ്ട് ആണെന്ന് മനസ്സിലാവും. ഓരോ കാർബൺ ആറ്റത്തിലും 3 ഹൈഡ്രജൻ ഉണ്ട് എന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി രണ്ടാമത്തെ സംയുക്തം ഏതായിരുന്നു? 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ടും 2 ഹൈഡ്രജൻ ആറ്റംസ് വീതവും അല്ലെ? അതായത് CH2 ഡബിൾ ബോണ്ട് CH2. ഇതാണ് രണ്ടാമത്തെ സംയുക്തത്തിന്റെ കണ്ടൻസ്ഡ് ഫോർമുല. ഇനി മൂന്നാമത്തേതോ? 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനവും ഓരോ ഹൈഡ്രജനുമാണ്. അതായത് CH ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, അപ്പം ഇതെങ്ങനെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതേണ്ടതെന്ന് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. ഈ ടൈപ്പ് ഓഫ് ഫോർമുലേനെയാണ് നമ്മൾ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയാ കേട്ടോ. അപ്പൊ അടുത്തൊരു പോർഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഹൈഡ്രോ കാർബണുകളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ഹൈഡ്രോ കാർബണുകൾ. ഓക്കെ, ഹൈഡ്രോ കാർബൺസിന്റെ മെയിൻ ആയിട്ട് കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നമുക്ക് ചെറുതായിട്ടൊന്ന് പഠിക്കാം. അലിഫാറ്റിക്
കോമ്പൗണ്ട്സ് എന്നും അലിസൈക്ലിക് അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ അലിഫാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ കോമ്പൗണ്ട്സ് ആണ്, ലോങ് ചെയിൻ കോമ്പൗണ്ട്സ് ആണ്. അതായത് അതിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ്, അതായത് പൂരിതം അപൂരിതം എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി പൂരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം, അതായത് സിംഗിൾ ബോണ്ട് മാത്രമുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ പൂരിത ഹൈഡ്രോ കാർബണുകൾ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയാം. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉള്ളതിനെ നമ്മൾ പ്രത്യേകം ഒരു പേര് വിളിക്കും, ആൽക്കെയിൻസ് എന്ന് വിളിക്കും. ഇനി അപൂരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ടോ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ടോ ഉള്ളതിനെയാണ് നമ്മൾ അപൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് വിളിക്കുക, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. ഇനി അപൂരിത ഹൈഡ്രോ കാർബണുകൾ നമ്മൾ പറഞ്ഞു 2 തരത്തിലുണ്ട് അല്ലെ. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ടാണ്, ദ്വിബന്ധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആൽക്കീനുകൾ എന്ന് വിളിക്കും, ആൽക്കീൻസ് എന്ന് വിളിക്കും. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ നമ്മൾ അതിനെ ആൽക്കൈൻസ് എന്ന് വിളിക്കും. അപ്പൊ എന്താണ് എയിൻ? ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ ഏകബന്ധനം, ആൽക്കീൻ ഈൻ എന്ന് പറഞ്ഞാൽ ദ്വിബന്ധനം, ആൽക്കൈൻസ് ഐൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിബന്ധനം. ഇനി സൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാലോ, അതായത് ഒരു ക്ലോസ്ഡ് സൈക്കിൾ ആയിരിക്കും, എവിടെ തുടങ്ങുന്നു അവിടെ തന്നെ അവസാനിക്കും. അതുപോലെ സൈക്ലിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് കാർബൺ ആറ്റത്തിന്. അത് ഇതുപോലെ 3 കാർബൺ ആറ്റങ്ങൾ ചെയ്ത് തന്നിട്ട് ഒരു ത്രികോണം പോലെ ഇത് ഫോം ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിൽ ഫോം ചെയ്യും, പിന്നെ ഹെക്സഗൺ ഷേപ്പിൽ ഫോം ചെയ്യും. അങ്ങനെ പല ഷേപ്പിലും സൈക്ലിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള ഒരു പ്രത്യേകത ഉണ്ട് ഹൈഡ്രോ കാർബണുകൾക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ ഒരു പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 97. ആൽക്കൈനുകളിൽ ഓരോ കാർബൺ ആറ്റത്തിന്റെയും എല്ലാ സംയോജകതകളും ഏകബന്ധനം വഴി പൂർത്തീകരിച്ചിരിക്കുന്നതിനാൽ ഇവയെ പൂരിത ഹൈഡ്രോ കാർബണുകളായി കണക്കാക്കാം. എന്താ പറയുന്നത്? ആൽക്കൈൻസിലെ എല്ലാ 4 വാലൻസീസും ഏത് ബോണ്ട് വെച്ചിട്ടാ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്? സിംഗിൾ ബോണ്ട് വെച്ചിട്ടാണ് അല്ലെ. ഇവിടെ നോക്കിക്കേ, കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് ഉള്ളത് ഈ ഒരു സംയുക്തം നോക്കിയേക്കേ. എല്ലാ ബോണ്ടുകളും എല്ലാ വാലൻസീസും സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് സിംഗിൾ ബോണ്ട് വെച്ചിട്ടാണ്, ഏകബന്ധനം വെച്ചിട്ടാണ്. അങ്ങനെയുള്ള ഹൈഡ്രോ കാർബണുകളെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുക. ഓക്കെ, ഇവ എന്ത് കാറ്റഗറിയിൽ പെടും? സി, ദ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺസ് ഹാവിംഗ് ഓൺലി സിംഗിൾ ബോണ്ട് ബിറ്റ്വീൻ ദ കാർബൺ ആറ്റംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ആൽക്കെയിൻ കാറ്റഗറി. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ, സിംഗിൾ ബോണ്ട് മാത്രമുള്ളത് ഹൈഡ്രോ കാർബണുകളാണെങ്കിൽ അവ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടും? ആൽക്കെയിൻ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. അതൊക്കെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ് ആൽക്കെയിനുകൾ എന്ന് പറയുന്നത്. അതായത് എല്ലാ ബോണ്ട്സും സിംഗിൾ ബോണ്ടാണ്. അപ്പൊ ആൽക്കെയിനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂരിത ഹൈഡ്രോ കാർബണുകളാണ് എന്ന് മനസ്സിലായല്ലോ. ആൽക്കെയിനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ പൂരിത ഹൈഡ്രോ കാർബണുകളാണ്, ഏകബന്ധനം മാത്രമുള്ള ഹൈഡ്രോ കാർബൺസ്. ഇനി പേജ് നമ്പർ 98 ഒരു പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സംയുക്തം നമുക്ക് നോക്കാം. കാർബൺ ആറ്റത്തിന്റെ എണ്ണം, അതായത് ഒരു കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ആൽക്കെയിൻ എങ്ങനെ ഘടനയായിരിക്കും? ഒരു കാർബൺ ആറ്റത്തിന്റെ 4 ഭാഗത്തും, അതായത് 4 വാലൻസീസും സാറ്റിസ്ഫൈ ചെയ്യുന്നത് 4 ഹൈഡ്രജൻ ആറ്റംസ് ആയിരിക്കും. ഇനി അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? ഒരു കാർബണും മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് അത് എടുത്ത് എഴുതിയാൽ മതി. CH4, അതായത് 4 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് CH4. അതിന്റെ മോളിക്യുലർ ഫോർമുലയും അത് തന്നെ വരും. തന്മാത്രാ സൂത്രവും CH4 എന്ന് തന്നെ വരും. ഇനി 2 കാർബൺ ആറ്റംസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം? C സിംഗിൾ ബോണ്ട് C. ഓരോ കാർബണിലും 3 ഹൈഡ്രജൻ വീതം. എന്തുകൊണ്ടാണ് 3 ഹൈഡ്രജൻ വന്നത്? ഇതുപോലെ 4 എണ്ണം എന്താ വരാത്തത്? ഈ ആദ്യത്തെ കാർബൺ ആറ്റം നോക്കിക്കേ നിങ്ങൾ. ആദ്യത്തെ കാർബൺ ആറ്റത്തിന്റെ 3 വാലൻസികൾ, ഒരു വാലൻസി ഒരു കാർബൺ ആറ്റം ആയിട്ട് ഓൾറെഡി ഇവിടെ ഫില്ലായി.
ബാക്കി എത്ര ഉള്ളത്? 3 ഉള്ളത്. അതിൽ 3 ഓരോ ഹൈഡ്രജനും ആറ്റമായിട്ട് ഫില്ലായി. അതേപോലെ തന്നെ സെക്കൻഡ് കാർബണിലും. അതുകൊണ്ടാണ് ഓരോ കാർബണിലും 3 ഹൈഡ്രജൻ വീതം വന്നത് കേട്ടോ. ഇനി അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ എഴുതാം നമുക്ക്? ആദ്യത്തെ കാർബൺ ആറ്റത്തിന്റെ കാര്യം എഴുതാം. CH3 3 ഹൈഡ്രജൻ അതിനോട് ഏകബന്ധനത്തിലുണ്ട്, അതുകൊണ്ട് CH3. ഇനി 2 സിയും തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ടാണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ഒറ്റ വര ഇട്ട് കൊടുക്കും. മറ്റേ കാർബണിൽ ഇതുപോലെ 3 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് CH3 സിംഗിൾ ബോണ്ട് CH3. അതാണ് ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല. ഇനി അതിന്റെ തന്മാത്രാ സൂത്രം എങ്ങനെ വരും? ജസ്റ്റ് നമ്മൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം കൗണ്ട് ചെയ്തിട്ട് ടോട്ടൽ ചെയ്തിട്ട് എഴുതുക. C2H6 എന്ന് വരും. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം. 3 കാർബൺ ആറ്റംസ്. ഇത് നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ, സെപ്പറേറ്റ് ഒന്ന് എഴുതി നോക്കാം. 3 കാർബൺ ആറ്റംസ് ഉള്ള ഒരു ആൽക്കെയിൻ. ഓരോ ആദ്യത്തെ കാർബൺ ആറ്റം നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഓൾറെഡി ഒരു വാലൻസി ഫില്ലായി, അപ്പൊ ബാക്കി 3 ഹൈഡ്രജൻ ആറ്റം ആയിട്ട് ഫില്ലാവും. ഇനി രണ്ടാമത്തെ കാർബൺ നോക്കിക്കേ, അപ്പുറം ഇപ്പുറം ഓരോ ബോണ്ട് ഉണ്ട്, അതായത് 2 വാലൻസി ഓൾറെഡി ഫില്ലായി. ബാക്കി എത്ര വാലൻസി ഉണ്ട്? ബാക്കി 2 ഉള്ളത്, അത് ഹൈഡ്രജൻ ആറ്റമായിട്ട് ബോണ്ട് ചെയ്യും. ഇനി മൂന്നാമത്തെ കാർബൺ, ഇവിടെ ഓൾറെഡി ഒരു വാലൻസി ഫില്ലായി, ബാക്കി 3 ഉള്ളത്, അത് ഹൈഡ്രജൻ ആറ്റമായിട്ട് ഫില്ലാവും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതിയാലോ? ആദ്യത്തെ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ, അതുകൊണ്ട് CH3. ഇനി മറ്റേ കാർബണുമായിട്ട് ഇവിടെ സിംഗിൾ ബോണ്ടാണ്, അതുകൊണ്ട് ഒരു ബോണ്ട് വരയ്ക്കുക. ഇനി രണ്ടാമത്തെ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ആണ് അല്ലെ, 1 2, അതുകൊണ്ട് CH2. മറ്റു കാർബണുമായിട്ട് ഒരു സിംഗിൾ ബോണ്ടാണ്, അതുകൊണ്ട് ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് എഴുതുക. ഇനി മൂന്നാമത്തെ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 2 3, അതുകൊണ്ട് CH3. ഇതാണ് ഈ ഒരു കോമ്പൗണ്ടിന്റെ കണ്ടൻസ്ഡ് ഫോർമുല. ഇനി ഇതിന്റെ മോളിക്കുലർ ഫോർമുല, തന്മാത്രാ സൂത്രം എഴുതിയാലോ? എങ്ങനെ എഴുതും? ജസ്റ്റ് കാർബൺ ആറ്റങ്ങൾ ഉണ്ടോ, ഇതൊരൊറ്റ തന്മാത്രയാണ് അല്ലെ. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം മൊത്തം ഒന്ന് കൗണ്ട് ചെയ്ത് എത്ര എണ്ണം ഉണ്ട്? 3. അപ്പം C3. ഇനി ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം എത്ര എണ്ണം ഉണ്ട്? 3 2 5, 3 8 അല്ലെ. അപ്പം C3H8 എന്നതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല വരും. മോളിക്കുലർ ഫോർമുല, തന്മാത്രാ സൂത്രം വരും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ടെക്സ്റ്റില് കണ്ടൻസ്ഡ് ഫോർമുല തന്നിട്ടുണ്ട്, അതിന്റെ സ്ട്രക്ചറൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും എഴുതണം. 4 കാർബൺ ആറ്റംസ് ഉള്ള കണ്ടൻസ്ഡ് ഫോർമുല നമുക്കൊന്ന് എഴുതി നോക്കാം. CH3 CH2 CH2 CH3. ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് നമുക്ക് വരച്ചു നോക്കിയാലോ? 4 കാർബൺ ആറ്റംസിന് നമുക്ക് ഓരോ ബോണ്ട്, സിംഗിൾ ബോണ്ട് വെച്ചിട്ട് വരയ്ക്കാം. ഇനി ഓരോ കാർബൺ ആറ്റത്തിനും എത്ര ഹൈഡ്രജൻ ഉണ്ട്? അറ്റത്ത് കിടക്കുന്ന കാർബൺ ആറ്റത്തിൽ 3 ഹൈഡ്രജൻ വരും. ഇനി നടുക്ക് കിടക്കുന്ന 2 കാർബൺ ആറ്റങ്ങളിലും 2 ഹൈഡ്രജൻ വീതം വരും. എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതനുസരിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഈ അറ്റത്ത് കിടക്കുന്ന കാർബണിലും 3 ഹൈഡ്രജൻ. ഇതാണ് ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല വരിക. ഓക്കെ, ഇനി ഇതിന്റെ മോളിക്കുലർ ഫോർമുല പറഞ്ഞേ എന്ത് വരും? C4. 4 കാർബൺ, 1 2 3 4 കാർബൺ ഉണ്ട്, C4. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? H10, C4H10. ഇനി അഞ്ചാമത്തെ 5 കാർബൺ ആറ്റംസ് ഉള്ള ഒരു സംയുക്തത്തിന്റെ തന്മാത്രാ സൂത്രം തന്നിട്ടുണ്ട്, C5H12. C5H12. നമുക്ക് ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല ഒന്ന് എഴുതിയാലോ? 5 കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലെ, അപ്പൊ 5 എണ്ണം വരയ്ക്കുക. അറ്റത്ത് കിടക്കുന്ന എല്ലാ കാർബണിലും 3 ഹൈഡ്രജൻ വീതം, അറ്റത്ത് കിടക്കുന്ന കാർബണുകളിൽ 3 ഹൈഡ്രജൻസ് വരും. നടുക്ക് കിടക്കുന്ന എല്ലാ കാർബണിലും 2 ഹൈഡ്രജൻ വീതം എഴുതുക. ഇതാണ് ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല. നിങ്ങൾ നല്ല വൃത്തിക്ക് വരയ്ക്കണേ. ഇനി നമുക്ക് ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല ഒന്ന് എഴുതിയാലോ? CH3 CH2 CH2
CH2 CH3 5 കാർബൺ ആറ്റംസ് അല്ലേ. ഇതാണ് ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല വരിക. ഇവിടെ സ്ഥലത്തിന്റെ കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ സെപ്പറേറ്റ് എഴുതിയിരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് ഫില്ല് ചെയ്യണേ. ഇവിടെ C4H10 എന്ന് ഇവിടെ വരും. C4H10. ബാക്കിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, അതുപോലെ ഫില്ല് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 98 IUPACനെ പറ്റിയിട്ടൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കാനുള്ളതല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. IUPAC എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്, ഒരു ഇന്റർനാഷണൽ യൂണിയൻ ആണ്. ഇനി IUPACയുടെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കണം. IUPAC ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നാണ് ഇതിന്റെ ഫുൾ ഫോം കേട്ടോ. അതൊന്ന് പഠിച്ചു വെക്കുക. ഇനി എന്തിനാണ് ഈ സംഘടന? മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെയും നാമകരണം, ആറ്റോമിക ഭാരത്തിന്റെയും ഭൗതിക സ്ഥിരാങ്കങ്ങളുടെയും ഏകീകരണം, നൂതന പദങ്ങളുടെ അംഗീകാരം, ഇതൊക്കെ IUPACയുടെ നേതൃത്വത്തിലാണ് തീരുമാനിക്കുന്നത്. അതായത് ഒരു സംയുക്തത്തിന് എന്ത് പേരിടണം, അതിന്റെ റൂൾസ് എന്തൊക്കെയാണ്, സംയുക്തങ്ങളുടെ മൂലകങ്ങളുടെ ഒക്കെ പേരിടലും, പിന്നെ അതേപോലെ എന്താ പറയാ പുതിയ പദങ്ങളുടെ അംഗീകാരം, പുതിയതായിട്ട് എന്തെങ്കിലും എലമെന്റ്സ് കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള അതിന് അംഗീകാരം കൊടുക്കുകയും അതിന് പുതിയ പേര് കൊടുക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ IUPACയുടെ അണ്ടറിലാണ് ചെയ്തു പോരുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ആൽക്കെയിനുകളെ പരിചയപ്പെട്ടു അല്ലെ, അതായത് കാർബൺ കാർബൺ ഏകബന്ധനമുള്ള സംയുക്തങ്ങൾ. ഇനി ആൽക്കെയിനുകളിൽ കാർബണിന്റെയും ഹൈഡ്രജന്റെയും ആറ്റങ്ങളുടെ എണ്ണങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഓക്കെ, അതൊന്നും നമുക്ക് നോക്കാം. ഒരു ആൽക്കെയിനിൽ N കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടാകും? ഉദാഹരണത്തിന് നമുക്ക് C2H6 എന്ന ആൽക്കെയിൻ ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ N കാർബൺ ആറ്റം, സപ്പോസ് ഇതിന് 2 കാർബൺ ആറ്റം ഉണ്ട് അല്ലെ, 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം ഇതിനോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് കാർബൺ ആറ്റത്തിന്റെ ഡബിൾ ഓഫ് ദ കാർബൺ ആറ്റം +2 അല്ലേ 6 എന്ന് പറയുന്നത്. അതായത് കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ ഇരട്ടി ഇത് കൂടെ നമ്മൾ 2 കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം കിട്ടും. ഇനി ഇത് നോക്കിക്കേ, C3H8 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം 3ന്റെ ഇരട്ടി, അതായത് 6ന്റെ കൂടെ 2 കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം കിട്ടും. അതായത് N കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ Nന്റെ ഇരട്ടി, കാർബൺ ആറ്റത്തിന്റെ നമ്പറിന്റെ ഇരട്ടിയുടെ കൂടെ ഒരു 2 കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം കിട്ടുന്നത്. അപ്പോൾ ആൽക്കെയിനുകൾക്ക് ഒരു പൊതു സമവാക്യം രൂപീകരിച്ചുകൂടെ? എങ്ങനെ നമുക്ക് രൂപീകരിക്കാം? കാർബൺ ആറ്റത്തിന്റെ എണ്ണം N ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് Nന്റെ ഇരട്ടിയുടെ കൂടെ നമ്മൾ 2 കൂടി ചേർത്തതാണ്. ഇതാണ് ആൽക്കെയിനുകളുടെ ഒരു പൊതു സമവാക്യം എന്ന് പറയുന്നത്, CnH2n+2. ഇനി CH4 C2H6 എന്നിവയുടെ തന്മാത്രാ സൂത്രങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്താലോ. CH4ഉം C2H6ഉം തമ്മിൽ കാർബൺ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണത്തിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക? അതായത് C2H6ൽ നിന്ന് നമ്മൾ CH4 മൈനസ് ചെയ്യുക. കാർബൺ ആറ്റത്തിൽ ഒരു കാർബൺ 2 എണ്ണം ഉണ്ട്, അതിൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് 1 എന്ന് കിട്ടും, ഒരു കാർബൺ ആറ്റം. ഇവിടെ 6 ഹൈഡ്രജനിൽ നിന്ന് 4 ഹൈഡ്രജൻ കുറച്ചാൽ നമുക്ക് എത്ര ഹൈഡ്രജൻ കിട്ടും? 2. അപ്പം CH4ഉം C2H6ഉം തമ്മിൽ കാർബൺ ഹൈഡ്രജൻ എന്നീ ആറ്റങ്ങളുടെ എണ്ണത്തിൽ എന്ത് വ്യത്യാസമാണുള്ളത്? CH2ന്റെ വ്യത്യാസമാണുള്ളത്. ഇനി ഇത് നോക്കാം, C2H6ഉം C3H8ഉം തമ്മിൽ ഈ വ്യത്യാസം തന്നെയാണുള്ളത് നോക്കാം. C3H8ൽ നിന്ന് C2H6 ഒന്ന് കുറച്ച് നോക്കാം. അപ്പം 3ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു കാർബൺ കിട്ടും. 8ൽ നിന്ന് 6 കുറച്ചാൽ 2 ഹൈഡ്രജൻ കിട്ടും. അവിടെയും CH2ന്റെ വ്യത്യാസമാണ് കിട്ടുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ഉത്തരം? അടുത്തടുത്ത ഏത് 2 ആൽക്കെയിനുകൾ തമ്മിലും തന്മാത്രാ സൂത്രത്തിൽ എന്ത് വ്യത്യാസമാണുള്ളത്? CH2ന്റെ വ്യത്യാസമാണുള്ളത്. അതിന്റെ അപ്പുറം ഇപ്പുറം നമ്മൾ ഓരോ വരട്ട് കൊടുക്കണം. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ? അടുത്തടുത്ത ഏത് 2 ആൽക്കെയിനുകൾ തമ്മിലും, അതായത് ഇത് ആദ്യത്തെ ആൽക്കെയിൻ എന്ന് പറയുന്നത് CH4 ആണ്, രണ്ടാമത്തെ C2H6, അതായത് 2 കാർബൺ ആറ്റംസ് വരുന്നത്, മൂന്നാമത്തേതോ C3H8.
അപ്പൊ ഇതൊക്കെ അടുത്തടുത്ത് വരുന്ന കാർബൺ ആറ്റംസ് ആണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് CH2 ആണ്. ഇനി നമുക്ക് ഈ ജനറൽ ഫോർമുല വെച്ചിട്ട് ഈ ആൽക്കൈനുകളെ ഒന്ന് എഴുതി നോക്കാം. ആൽക്കൈനുകളുടെ ജനറൽ ഫോർമുല CnH2n+2 ആണെന്ന് പറഞ്ഞു. അതായത് ഒരു കാർബൺ ഉള്ള ഒരു ആൽക്കൈനിൽ 4 ഹൈഡ്രജൻ ഉണ്ടാവും. അതായത് 2 × 1 + 2 4 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ മെമ്പർ ഏതായിരിക്കും? സെക്കൻഡ് മെമ്പർ ഓഫ് ദ ആൽക്കൈൻ 2 കാർബൺ ആറ്റംസ് ഉള്ളത്, അതായത് C2. അപ്പൊ ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ടാവും? 2 × n സ്ഥാനത്ത് നമ്മൾ 2 ഇട്ട് കൊടുക്കുക. അപ്പം 2 × 2 + 2, അതായത് 4 + 2 6 എന്ന് വരും. മൂന്നാമത്തെ മെമ്പർ ആരായിരിക്കും? C3, 3 കാർബൺ ആറ്റംസ് ഉള്ളത്. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ടാവും? 3 × 2 6 + 2 8. അതായത് n സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക. അപ്പൊ 2 × 3 + 2 C3H8 എന്ന് കിട്ടും. ഇതുപോലെ ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ആൽക്കൈനുകളുടെ ഹോമോലോഗസ് സീരീസ് എന്ന് പറയാം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു അടുത്തടുത്ത 2 കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള കാർബണിന്റെയും ഹൈഡ്രജനിന്റെയും വ്യത്യാസം, എണ്ണങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് CH2 ആണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം CH2 ആണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും CH2 ആണ്. ഇത്തരം സംയുക്തങ്ങളുടെ സീരീസിനെ ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കുന്നു. അപ്പം ഹോമോലോഗസ് സീരീസ് എന്താണെന്നും ക്ലിയർ ആയല്ലോ. ഇനി ഹോമോലോഗസ് സീരീസിന്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം. അംഗങ്ങളെ ഒരു പൊതുവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയുന്നു. അതായത് നമ്മൾ ആൽക്കൈനുകളുടെ കേസിൽ CnH2n+2 എന്ന പൊതുവാക്യം കൊണ്ട് നമ്മൾ അതിലെ അംഗങ്ങളെ പ്രതിനിധീകരിച്ചു. ഇനി രണ്ടാമത്തെ സവിശേഷത, അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം മാത്രമാണുള്ളത്. നമ്മൾ പറഞ്ഞു C2H6ഉം C3H8ഉം തമ്മിലുള്ള വ്യത്യാസം CH2 ആണ്. അത് അടുത്തടുത്ത അംഗങ്ങളാണ് അല്ലേ. ഇനി അടുത്തത്, അംഗങ്ങൾ രാസഗുണങ്ങളിൽ സാമ്യം പ്രകടിപ്പിക്കുന്നു. ആൽക്കൈനുകളുടെ ഹോമോലോഗസ് സീരീസിൽ അടുത്തടുത്ത അംഗങ്ങൾ അല്ലെങ്കിൽ എല്ലാ അംഗങ്ങളുടെയും കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഇനി ഭൗതിക ഗുണങ്ങളിൽ ക്രമമായ വ്യതിയാനം കാണിക്കുന്നു. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒരേപോലെ ആവില്ല, ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ, ഹോമോലോഗസ് സീരീസിന്റെ സവിശേഷതകൾ പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. 4 പോയിന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് അപൂരിത ഹൈഡ്രോ കാർബണുകളെ പറ്റിയിട്ട്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആയിട്ടുള്ള ആൽക്കീനുകളെയും ആൽക്കൈനുകളെയും പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാം. ഓക്കെ, താങ്ക്